മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മതപരിവർത്തനം ആരോപിച്ചുണ്ടായ അറസ്റ്റും തുടർന്നുള്ള നിയമ നടപടികൾക്കും പിന്നാലെ തന്റെ ഭാഗം വ്യക്തമാക്കി മലയാളി വൈദികൻ ഫാദർ സുധീർ ജോൺ വില്യംസ് രംഗത്തെത്തിയിരിക്കുകയാണ്. CSI ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വൈദികനും നെയ്യാറ്റിൻകര അമരവിള സ്വദേശിയുമായ ഇദ്ദേഹം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പണം നൽകി മതം മാറ്റാൻ ശ്രമിച്ചെന്ന പ്രചാരണം യുക്തിക്ക് നിരക്കാത്തതാണെന്നും കേവലം പണം നൽകിയാൽ ആരെങ്കിലും സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മനഃപൂർവ്വം ഒരു സ്ഥലത്തും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഭക്തിയുടെയും സൗഹൃദ ബന്ധത്തിന്റെയും ഭാഗമായി നടത്തിയ ഒരു ഒത്തുചേരലിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വൈദികന്റെ പക്ഷം. സംഭവ ദിവസത്തെ സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു സുഹൃത്തിന്റെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നാൽ ഈ പരിപാടി നടക്കുന്നതിനിടെ ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ നിന്നെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും വൈദികനെയും കുടുംബത്തെയും തടഞ്ഞു വെക്കുകയുമായിരുന്നു. ശുശ്രൂഷയുടെ ഭാഗമായി വിവിധ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ മുൻപും പലതവണ സമാനമായ ഭീഷണികൾ നേരിട്ടിട്ടുണ്ടെന്നും പലപ്പോഴും വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുമസ് കാലമായതിനാൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നടത്തിയ പ്രാർത്ഥനായോഗത്തെ മതപരിവർത്തന കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് പുറത്തുനിന്നുള്ളവർ അതിക്രമിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഫാദർ സുധീറിന്റെ മൊഴി. അറസ്റ്റ് നടന്ന രീതിയെക്കുറിച്ച് വൈദികന്റെ ഭാര്യ ജാസ്മിൻ വില്യംസും പ്രതികരിക്കുകയുണ്ടായി. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് സ്ഥലത്തെത്തുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഫാദർ സുധീറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത്. പോലീസ് നടപടിക്ക് പിന്നാലെ തന്നെ താനും സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. അമരാവതിയിലെ ബനോഡ പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ഈ നീക്കം. പ്രദേശത്തെ ഒരു വീട്ടിൽ മതപരിവർത്തന ലക്ഷ്യത്തോടെ പ്രാർത്ഥനകൾ നടക്കുന്നുവെന്നായിരുന്നു പരാതിക്കാരുടെ ആരോപണം. എന്നാൽ ഗ്രാമവാസികളായ തങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനാണ് എത്തിയതെന്നും അവിടെ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നും കുടുംബം ആവർത്തിക്കുന്നു. മഹാരാഷ്ട്രയിലെ വറൂഡ് കോടതിയാണ് വൈദികനും ഭാര്യയ്ക്കും ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. മതപരിവർത്തന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്ത് ഇരുന്നതെങ്കിലും പ്രാഥമിക ഘട്ടത്തിൽ ആരോപണങ്ങൾ തെളിയിക്കുന്ന കൃത്യമായ തെളിവുകളുടെ അഭാവം കോടതി പരിഗണിച്ചതായാണ് സൂചന. എന്നിരുന്നാലും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കും വൈദികർക്കുമെതിരെ സമാനമായ രീതിയിൽ മതപരിവർത്തന ആരോപണങ്ങൾ ഉയരുന്നത് പതിവാണെന്നും ഇതിന്റെ തുടർച്ചയാണ് അമരാവതിയിലെ ഈ സംഭവമെന്നും സഭാവൃത്തങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശിയായ വൈദികൻ ദീർഘകാലമായി മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിനു വേണ്ടി ചില സംഘടനകൾ നടത്തുന്ന നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും സഭയുടെ പ്രതിനിധികൾ ആരോപിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ അറസ്റ്റുകളെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനോ പ്രാർത്ഥിക്കാനോ ഉള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്നും കേവലം ഒരു കൂടിച്ചേരലിനെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും വൈദികൻ പറയുന്നു. തന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം പ്രതിസന്ധികൾ തളർത്താനാവില്ലെന്നും സത്യം വെളിപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദികന്റെ അറസ്റ്റ് വാർത്തയായതോടെ കേരളത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ച് മലയാളി വൈദികർ അന്യ സംസ്ഥാനങ്ങൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ ഇതിലൂടെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സഭാ നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയും നിയമസഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശിക പോലീസിന്റെ പക്ഷപാതപരമായ ഇടപെടലുകളെ കുറിച്ചും പരാതി ഉയരുന്നുണ്ട്. പരാതി നൽകിയവർ അന്യഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്ന വസ്തുത വൈദികന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ചിലവഴിക്കാൻ പോയ ഒരു ദിവസം ജയിലുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്ന ഒരു വയോധികന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. വരും ദിവസങ്ങളിൽ കേസിന്റെ തുടർ നടപടികൾ കോടതിയിൽ നടക്കാനിരിക്കെ താൻ പൂർണ്ണമായും നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുമെന്ന് ഫാദർ സുധീർ ജോൺ വില്യംസ് പ്രത്യാശ പ്രകടിപ്പിച്ചു.